ഹായ് കൂട്ടുകാരെ, ഇന്ന് മദേഴ്സ് ഡേ ആണ് അല്ലേ? എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. അതെല്ലാ അമ്മമാർക്കും കൂടിയായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. മദേഴ്സ് ഡേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിൽ വരുന്നത് എൻ്റെ മോൻ കുഞ്ഞിതായിരുന്ന ആ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. ആദ്യമായിട്ട് ഒരു അമ്മയായതും എന്താ ഫസ്റ്റിൽ അവൻ്റെ കരച്ചിലും അവൻ്റെ അമ്മ എന്നുള്ള വിളിയും അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ. അത് ഓരോ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതലായിരിക്കാം. എൻ്റെ ഓർമ്മയിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശരിക്കും പറഞ്ഞാൽ അമ്മയില്ലാത്തൊരു വീടേ അല്ല. അത് അമ്മയില്ലാത്തവർക്ക് ശരിക്കും അറിയാൻ പറ്റും അല്ലേ? നമ്മൾ എന്തിനും ഏതിനും അമ്മയെന്നാണ് വിളിക്കുക അല്ലേ? ഒരു വേദന വന്ന, ഒരു സന്തോഷം വന്ന ഒക്കെ നമ്മൾ ആദ്യം വിളിക്കുന്നത് അമ്മയെന്നാണ്. രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേറ്റ മക്കൾ വിളിക്കുന്നത് അമ്മയെന്നാണ്. അതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കേട്ടോ. ആ ഒരു അമ്മയായി എന്താ പറയാ, രാവിലെ എഴുന്നേറ്റ് അമ്മേ ചായ, അമ്മേ അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ ഇത്, അങ്ങനെ എന്ത് കാര്യത്തിനും നമ്മൾ അമ്മേനെയാണ് വിളിക്കാറ്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ അമ്മയുള്ള കാലത്ത് എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നാൽ അമ്മ എനിക്കത്, അമ്മ എനിക്കിത്. പക്ഷെ അത് നമ്മൾ പറയാതെ തന്നെ നമ്മളെ അമ്മമാർ നമ്മൾക്കത് അത് കരുതി വെക്കും അല്ലേ? അങ്ങനെയാണ്. പക്ഷെ ആ അമ്മ ഇല്ലാത്തൊരു നിമിഷം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ എന്താ പറയാ, അമ്മ എന്ന് പറയുന്ന ഒരു എന്താ പറയാ, ആ ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്ന ഓരോ മക്കളെയും നമ്മൾ പറയും, മറ്റുള്ളവരൊക്കെ പറയും അയ്യോ 10 മാസം നിങ്ങൾ ചുമന്നു കൊണ്ട് നടന്ന കണക്കൊന്നും നിങ്ങൾ പറയണ്ടെന്നൊക്കെ. പക്ഷെ പറയുമെങ്കിലും അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഓരോ അമ്മമാർക്കും, അല്ലെങ്കിൽ ഓരോ സ്ത്രീകൾക്കും, അല്ലെങ്കിൽ ഓരോ പെൺമക്കൾക്കും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം പോലും നമ്മൾ നല്ല കൊതിയുള്ള ഭക്ഷണമായിരിക്കാം, പക്ഷെ അതുപോലും നമ്മൾ ഇവരെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്കത് ചിലപ്പോൾ കഴിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നല്ല കഴിക്കാൻ പറ്റില്ല. ആ ഒരു എന്താ പറയുക, നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ 10 മാസം നമ്മുടെ വയറ്റിൽ കിടക്കണ കുഞ്ഞിൻ്റെ ഇഷ്ടം മാത്രം നോക്കി, ഇല്ലെങ്കിൽ നമ്മൾ വൊമിറ്റ് ചെയ്യും. അപ്പം അത് മാത്രം നോക്കി 10 മാസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു അല്ലേ? അങ്ങനെ നമ്മളെ ദിനചര്യകളെല്ലാം മറിയണം. നമ്മൾക്കൊന്ന് നിവർന്ന് കിടക്കാൻ പോലും നമുക്ക് പറ്റാത്തൊരവസ്ഥകൾ ഉണ്ട്. അല്ലെങ്കിൽ ഏതൊരു സ്ത്രീകൾക്കും അതിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ 10 മാസം നമ്മൾ വയറ്റിലിട്ട് നടന്നു എന്ന് പറയുമ്പം നിങ്ങളിൽ പലർക്കും അതൊരു പുച്ഛമായിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളിൽ എത്ര പുരുഷന്മാർ ഒരു 5 കിലോ, അതെ ഒരു 5 കിലോ വെയിറ്റ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു കയ്യിൽ നിങ്ങൾക്ക് തൂക്കി പിടിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആ കൈ വേദനിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അടുത്ത കൈയിലേക്ക് നിങ്ങൾ ആ വെയിറ്റ് തൂക്കി പിടിക്കും അല്ലേ? പക്ഷേ ആ ഒരു അമ്മ എന്ന് പറയണുണ്ടല്ലോ, 10 മാസവും ഈ വെയിറ്റ് ഒരേ സ്ഥലത്ത് തന്നെ അല്ലേ? ആ ഒരേ സ്ഥലത്ത് തന്നെ ആ വയറ്റിൽ തന്നെ കൊണ്ട് നടക്കാണ്. നമ്മൾക്ക് ആ വെയിറ്റ് എന്താ പറയാ, ഒന്ന് മാറ്റി പിടിക്കാനോ കുറച്ച് നേരത്തേന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാനോ പോലും പറ്റില്ല. നമ്മൾ ഈ 10 മാസവും നമ്മുടെ വയറ്റിൽ തന്നെയാണ് നമ്മൾ ഈ വെയിറ്റ് താങ്ങിക്കൊണ്ട് നടക്കണം അല്ലേ? അപ്പോൾ എന്താ പറയാ, നമ്മൾ ഓരോരുത്തരും, ഇപ്പൊ എൻ്റെ അമ്മയാവട്ടെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾക്ക് ജന്മം തന്ന നമ്മുടെ അമ്മമാര്, അത് നമ്മൾ എത്ര അവരോട് നന്ദിയല്ല പറയേണ്ടത്, നമ്മളവരോട് എത്ര സ്നേഹം കാണിച്ചാലും അതൊന്നും അധികമാവില്ല. അവരുള്ളിടത്തോളം കാലം മാത്രമാണ് നമ്മൾക്ക് മക്കളായിട്ടിരിക്കാനുള്ള ഭാഗ്യമുള്ളൂ. അമ്മയില്ലാത്തൊരു വീടേ അല്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ എൻ്റെ ഈ ചെറിയൊരു വീഡിയോ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അച്ഛനമ്മമാരുള്ള കാലത്തോളം നമ്മൾ അവരോട് സ്നേഹമായിട്ട്, സന്തോഷമായിട്ട്,
അമ്മേ അല്ലെങ്കിൽ അച്ഛ അങ്ങനെ വിളിച്ച് സന്തോഷമായിട്ട് കഴിയട്ടെ. ഇന്നിപ്പോൾ മദേഴ്സ് ഡേ ആണ്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ അമ്മമാർക്ക് ഒരു ഐ ലവ് യു അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുമോ? ആരും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നാണക്കേടായിരിക്കും അല്ലേ? നിങ്ങളൊക്കെ മുതിർന്ന് വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് സൗന്ദര്യം പോരാ, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ എന്താ ശരീരമൊക്കെ ചുക്കിച്ചുളിഞ്ഞിട്ടുണ്ടാവാം അല്ലേ? അപ്പം നിങ്ങൾക്ക് സൗന്ദര്യമൊക്കെ പോരാ. പക്ഷെ അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഇന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ഐ ലവ് യു ഒക്കെ പറയൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. നല്ലൊരു ദിവസം നേരുന്നു. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.